നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് എയറോ അതുപോലെ തന്നെ തിരുവനന്തപുരം എയറോ തുടങ്ങിയ എയറോൻ്റെ കീഴിലായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപേക്ഷ തുടങ്ങിയത് 12 മാർച്ച് 2025 മുതലാണ്. 10 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്കിതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. 10 ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. കാലിക്കറ്റ് അതുപോലെ തന്നെ കോഴിക്കോട് എയറോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് വരച്ചതാണ് കേരളത്തിൻ്റെ. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കേരളം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഡിവൈഡ് ചെയ്തിട്ട് നടുവിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് എയറോ അതുപോലെ തന്നെ തിരുവനന്തപുരം എയറോ, ഈ ഒരു നോർത്ത് സൈഡിലുള്ള റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിക്കറ്റ് എയറോ ആയിരിക്കും നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സദേൺ സോണിലുള്ള എല്ലാം നമ്മുടെ തിരുവനന്തപുരം TVM എയറോ ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ലാതെ മറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കേരളത്തിന് എന്ത് ചെയ്തു, കേരളത്തിന് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ സുതാര്യതയോടുകൂടി കുറച്ചുകൂടെ എളുപ്പത്തിൽ റാലി നടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന 2 റിക്രൂട്ട്മെൻറ്റ് ഓഫീസാണ് AR എന്ന് പറയുന്നത്. ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് എന്നാണ് ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. കോമൺ ആയിട്ട് ലാസ്റ്റ് ഡേറ്റും ക്വാളിഫിക്കേഷനും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റ വീഡിയോയിൽ 2ൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. 10 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കാലിക്കറ്റ് എയറോൻ്റെ കീഴിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ജില്ലകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 എയറോ ഉണ്ട്. ഇവിടെ കാണാത്ത എയറോ എന്തായാലും ഇതൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ കാണാൻ സാധിക്കും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ ആൻഡ് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള മാഹി, ലക്ഷദ്വീപ്. ഇതിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ള എല്ലാ ജില്ലകളും നമ്മുടെ തിരുവനന്തപുരം എയറോൻ്റെ കീഴിലായിരിക്കും. ഇവിടെ ഉള്ളത് നമ്മുടെ കോഴിക്കോട് എയറോൻ്റെ കീഴിലുള്ള ജില്ലകളാണ് കൊടുത്തിട്ടുള്ളത്. അത്ര വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ബാധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് നേരെ കയറി അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. സോ ഈ പോസ്റ്റിലേക്ക്, അഗ്നിവീർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അപേക്ഷിക്കാനായിട്ട് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. 45% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് 45% മാർക്ക് അഗ്രിഗേറ്റ് ഓഫ് 5 സബ്ജക്റ്റ്, അതുപോലെ തന്നെ മിനിമം 33% മാർക്ക് അഗ്രിഗേറ്റ് ഓഫ് 5 സബ്ജക്റ്റ്. ഒരു ആകെ 10 സബ്ജക്റ്റാണല്ലോ ഉള്ളത്. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം 5 സബ്ജക്റ്റുകൾക്ക് 45ഉം മറ്റ് 5 സബ്ജക്റ്റുകൾക്ക് 45ഉം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. D+ വരാതെ നോക്കിയാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 45% മാർക്കെങ്കിലും നിങ്ങൾക്ക് ടോട്ടലി ഓൾറൗണ്ട് മിനിമം ഉണ്ടായിരിക്കുകയും ചെയ്യണം. D+ ഉണ്ടാവാൻ പാടില്ല. ഒരു സബ്ജക്റ്റിനും ഈ പോസ്റ്റിലേക്ക് D+ അനുവദിക്കുന്നതല്ല. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ്സും ഈ പറഞ്ഞ ശതമാനം പെർസെൻറ്റേജും ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ, അതില്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളും മുന്നോട്ടേക്ക് പറയാം. ഇനി അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റാണ്. അതിന് അപേക്ഷിക്കാൻ +2 പാസ്സായിരിക്കണം സയൻസോട് കൂടി, വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ്, പിന്നെ ഇംഗ്ലീഷോട് കൂടി 50% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ ഓരോരോ സബ്ജക്റ്റിനും ആൻഡ് ഈച്ച് 40% ഇൻ ഈച്ച് സബ്ജക്റ്റ്, ഓരോരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇൻ ഈച്ച് സബ്ജക്റ്റ് 40% മാർക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ മറ്റൊരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കും. +2 പാസ്സായിരിക്കണം സയൻസിൽ തന്നെ, ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ്, ഇതോടുകൂടിയൊക്കെ നിങ്ങൾ പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ITI. അപ്പോൾ 1 ഇയർത്തെ ITI കോഴ്സും കൂടി അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ് മതി. 10ാം ക്ലാസ് 50% മാർക്കോട് കൂടി പാസ്സാവണം. 40% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് ഇത് പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വിത്ത് 2 ഇയർ ഓഫ് ടെക്നിക്കൽ ട്രെയിനിങ് ഫ്രം ITIൻ്റെ കീഴിൽ ITIയും കൂടി ഉണ്ടായിരിക്കണം 2 വർഷത്തെ. അതല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടായാലും മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഡിപ്ലോമ കോഴ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്ത ഏതെങ്കിലും ഒന്ന് മതി. 17 മുതൽ 21 വയസ്സ് വരെ തന്നെയാണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ്. അടുത്ത അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റാണ്. ഇതിന് അപേക്ഷിക്കാൻ +2 ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 നിങ്ങൾക്ക് ആർട്സ്, കൊമേഴ്സ്, സയൻസിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും. വിത്ത് 60% മാർക്കോട് കൂടി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ഈച്ച് ഓരോരോ സബ്ജക്റ്റിനും 50% മാർക്ക് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് 50% മാർക്ക് ഇംഗ്ലീഷിൽ, മാത്തമാറ്റിക്സ്, പിന്നെ അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ്, ഇത് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള +2 ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷും മാത്തമാറ്റിക്സും, ഇംഗ്ലീഷോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സിൽ +2 കോഴ്സിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ മാത്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഇൻ +2 ഉണ്ടായിരിക്കണം. അത് മാൻഡോട്ടറി
ആണെന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു യോഗ്യതയാണത്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ തന്നെയാണ് ഇതിനും അപേക്ഷിക്കാനുള്ള പ്രായപരിധി. അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ്സാണ്. സിംപ്ലി 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ 33% 5 ബേസിക് സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 33% മാർക്ക് സബ്ജക്റ്റുകൾക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതുപോലെ തന്നെ 8th പാസ് ട്രേഡ്സ്മാൻ നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് സിംപിളി പാസ്സായാൽ മതി. 33% 5 ബേസിക് സബ്ജക്റ്റിന് ആവശ്യമായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ 1 ഒക്ടോബർ 2004 1 ഏപ്രിൽ 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് GD ക്കാണ് 166. അതുപോലെ തന്നെ അഗ്നിവീർ ടെക്നിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 165. പിന്നെ അസിസ്റ്റൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ്, സ്റ്റോർ കീപ്പർ അതിനൊക്കെ 162 പറയുന്നത്. പിന്നെ ട്രേഡ്സ്മാൻ പോസ്റ്റിന് 166. അതുപോലെ തന്നെ 8th പാസ് ട്രേഡ്സ്മാനും 166. ചെസ്റ്റ് ഇടത്തിന് 77 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് അഗ്നിവീർ പോസ്റ്റാണ്. 30 ദിവസമായിരിക്കും ഒരു വർഷം നിങ്ങൾക്ക് ലീവ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞതാണ്. ആദ്യം നിങ്ങൾക്ക് 30,000 രൂപ ശമ്പളം ഉണ്ട്. 21,000 ആയിരിക്കും കയ്യിൽ ലഭിക്കുക. 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും. അതുപോലെ തന്നെ 9,000 ഗവൺമെൻറ് ഫണ്ട് ആഡ് ചെയ്യും. അങ്ങനെ സേവാനിധിയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ഫണ്ടൊക്കെ കൂടിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഈ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയം ഏകദേശം ഒരു 11 ലക്ഷം രൂപേൻ്റെ അടുത്ത് 10 ലക്ഷം 10 ചില്ലറ രൂപേൻ്റെ അടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും അതുപോലെ തന്നെ ഗവൺമെൻറ് ടോട്ടൽ സാലറിയും പിന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സാലറി, ഗവൺമെൻറ് പിടിച്ചു വെക്കുന്ന സാലറി, ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻ ഹാൻഡ് 70% നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. 30% അവിടെ പിടിച്ചു വെക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ വർഷവും സാലറീൻ്റെ ഒരു കാര്യം വരുന്നത്. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് എക്സാമിനേഷൻ ആയിരിക്കും. എക്സാമിനേഷന് ഫീസ് ഉണ്ട്. 250 രൂപ നിങ്ങൾ അപേക്ഷാ ഫീസായിട്ട് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. സോ ആ ഫിസിക്കൽ ടെസ്റ്റിലുള്ള ഇവൻറ്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് 1, അതായത് 1600 മീറ്റർ ഓടി തീർത്താനായിട്ട് 5 മിനിറ്റ് 30 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 60 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇതിനും മാർക്കുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡ് വരെയാണ്. അങ്ങനെ ഓരോന്ന് പോകുന്നതും അതിന് കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 മിനിറ്റ് 1 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് 15 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഓടിക്കയറാനായിട്ട് പറ്റും. 24 മാർക്കാണ് അവിടെ കിട്ടുന്നത്. പിന്നെ പുള്ളപ്പ് കാണാൻ സാധിക്കുന്നതാണ്. പുള്ളപ്പിന് കിട്ടുന്ന മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ 10 പുള്ളപ്പ് എടുത്താൽ 40 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ 6 പുള്ളപ്പ് എടുത്താൽ 16 മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ 9 ഫീറ്റിൻ്റെ ഡിച്ച് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ സിക്സാക് ബാലൻസിങ് ഉണ്ട്, അതും ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതാണ് ഫിസിക്കലിൽ നിങ്ങൾക്ക് വരുന്നത്. ഈ ഫിസിക്കലും കൂടി നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ARൻ്റെയും കൂടി കൂട്ടി ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നിങ്ങളിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതകളെല്ലാവരും അപ്ലൈ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം ARO കാലിക്കറ്റ് AROൻ്റെ സെപ്പറേറ്റ് വീഡിയോ ലിങ്ക്, മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.